നമസ്കാരം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അതിക്രൂരതയ്ക്ക് വിധേയായ ചോറ്റാനിക്കരയിലെ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. മരണത്തോട് മല്ലടിച്ച് ഏതാണ്ട് 6 ദിവസമാണ് വെന്റിലേറ്ററിൽ കഴിഞ്ഞത്. മരുന്നുകളോട് പ്രതികരിക്കാതെ അനക്കമറ്റ് വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ജീവിതത്തിലേക്ക് മകൾ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ പെൺകുട്ടിയുടെ അമ്മ ഐസിയുവിന് പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. അതിക്രൂരമായ വേദനകളുടെ ലോകത്തു നിന്നും പ്രതീക്ഷകളെ നിരന്തരമാക്കിക്കൊണ്ട് വേദനയില്ലാത്ത ലോകത്തേക്ക് അവൾ വിട പറഞ്ഞു. ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നു ചോറ്റാനിക്കരയിലെ പെൺകുട്ടി. ചുറ്റിക കൊണ്ട് തലക്കടിച്ചു, തല ഭിത്തിയിൽ ഇടിപ്പിച്ചു, കൂടാതെ ശ്വാസം മുട്ടിക്കുകയും ഒരു രാത്രി മുഴുവൻ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അമ്മയുമായി അത്ര സൗഹൃദത്തിൽ അല്ലാതിരുന്ന പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു താമസം. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഒരു ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ അവശനിലയിൽ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. അപ്പോൾ കയ്യിലെ മുറിവിൽ ഉറുമ്പരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ കഴുത്തിൽ കയർ മുറുക്കി കയ്യിൽ മുറിവേറ്റ് അർദ്ധനഗ്നയായിട്ടായിരുന്നു പെൺകുട്ടിയെ കണ്ടെത്തിയത്. പോലീസും ബന്ധുക്കളും ചേർന്ന് പെൺകുട്ടിയെ ആദ്യം തൃപ്പുണിത്തുറ ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് എറണാകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതി അനൂപിനെ പിടികൂടിയത്. പ്രതിയായ അനൂപുമായിട്ടുള്ള സൗഹൃദം ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പോക്സോ അതിജീവിത കൂടിയായ പെൺകുട്ടി സ്ഥാപിക്കുന്നത്. ഏകദേശം 1 വർഷത്തോളം പരിചയമുണ്ട്. പ്രതിക്ക് സംശയ സ്വഭാവം ഉണ്ടായിരുന്നു എന്നും മറ്റു പല യുവാക്കളുടെയും പേര് പറഞ്ഞ് പല പ്രാവശ്യം പെൺകുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നും പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. ഒട്ടുമിക്കപ്പോഴും വീട്ടിൽ വരുമായിരുന്നു. ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അന്നൊന്നും മകളെ ഉപദ്രവിക്കുന്നതായി തോന്നിയിരുന്നില്ല. ആദ്യം ഒരു തവണ മൂക്കിന്റെ പാലത്ത് പൊട്ടലുണ്ടായിരുന്നു. പിന്നീട് ചെവിക്കും കണ്ണിനും പരിക്കുണ്ടായിരുന്നു. വീണതെന്നാണ് മകൾ പറഞ്ഞിരുന്നത്. അനൂപ് ഇതിനു മുമ്പ് പെൺകുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. യുവതി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നും മരിച്ചെന്ന് കരുതിയാണ് സ്ഥലം വിട്ടതെന്നും യുവാവ് പോലീസിൽ മൊഴി നൽകിയിരുന്നതായി പോലീസ് വ്യക്തമാക്കി. സംഭവ ദിവസം തർക്കമുണ്ടായതിന്റെ പേരിൽ ഇയാൾ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും കൂടാതെ പെൺകുട്ടിയോട് നിനക്ക് ചത്തുകൂടെ എന്ന് ചോദിച്ചതായും പോലീസ് പറയുന്നു. ഇതിനുശേഷമാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. പെൺകുട്ടി ഷോളിൽ തൂങ്ങി മരണവെപ്രാളത്തിൽ ആയതോടുകൂടി ഇയാൾ പരിഭ്രമിക്കുകയും ഷോൾ മുറിക്കുകയും ചെയ്തു. തുടർന്ന് പെൺകുട്ടിയെ അതിക്രൂരമായി ഇയാൾ ഉപദ്രവിക്കുകയും ചെയ്തു. മരിച്ചെന്നു കരുതി പെൺകുട്ടിയുടെ ശരീരം അവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി. ഇയാൾക്കെതിരെ ബലാത്സംഗം, വധശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. പെൺകുട്ടി മരിച്ച സ്ഥിതിക്ക് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കും എന്നാണ് വിവരം. എന്തായിരുന്നാലും വേദനകൾ സഹിച്ചുകൊണ്ട് 6 ദിവസം ജീവന് വേണ്ടി പൊരുതിയാണ് യുവതി മരണത്തിന് കീഴടങ്ങിയത്.